വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി നിയമമെന്ന് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. 12 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള വഖഫ് ബോർഡിന് വരുമാനം 91 കോടി രൂപയാണ്. ഇസ്ലാമിലെ പാവപ്പെട്ടവർക്കായി വഖഫ് ചെയ്ത് നൽകേണ്ട സ്വത്തിൽ നിന്നും കൈയിട്ട് വാരുന്ന കുത്തഴിഞ്ഞ രീതിയുടെ ഫലമാണിതെന്നും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ജനം ടിവിയോട് പറഞ്ഞു. ഇസ്ലാം സമൂഹത്തിന്റെ അള്ളാഹയുടെ സ്വത്ത് എന്നാണ് വഖഫ് സ്വത്തിനെ പറയുന്നത്. ആ സ്വത്തിനെ സംരക്ഷിക്കപ്പെടണം. ആ സ്വത്ത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി തന്നെയുള്ള നിയമമാണ് വഖഫ് ഭേദഗതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി നിയമം. അത് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ഇവിടുത്തെ ഇത്തരം സംഘടനകൾ തയ്യാറാകണം. കുത്തഴിഞ്ഞ സംവിധാനത്തിൽ 12 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള ഈ പ്രസ്ഥാനത്തിന് വഖഫ് ബോർഡിന് വരുമാനം വെറും 91 കോടി രൂപയാണ്. ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇസ്ലാം സമൂഹത്തിലെ നിർദ്ധരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി ശരീഅത്ത് നിയമപ്രകാരം അല്ലെങ്കിൽ അള്ളാഹയുടെ നിയമപ്രകാരം ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി വഖഫ് ചെയ്ത് കൊടുക്കുന്ന ഈ സ്വത്തിനെ കാലാകാലങ്ങളായി മോഷ്ടിക്കുന്നവരുടെ കയ്യിൽ നിന്നും ഇതിന് കൃത്യമായ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി ഈ വഖഫ് ബോർഡിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു നിയമം മാത്രമല്ല, അത് ഇതര മതവിഭാഗങ്ങളെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയോ ബാധിക്കാത്ത ഒരു നിയമമായി ഇതിനെ മാറണം.